എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മരണമാസ്, ആലപ്പുഴ ജിംഖാന, ഡൊമിനിക്, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ജോണി ആന്റണി, അജു വർഗീസ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ഫ്ലവേഴ്സിൽ പ്രീമിയർ ആയിട്ടാണ് സിനിമ വരുന്നത്. മെയ് മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് പെരുമാനി സ്വന്തമാക്കിയത്. സിനിമ റിലീസായിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് സിനിമയുടെ OTT വിറ്റുപോയത്. ആമസോൺ പ്രൈമാണ് പെരുമാനി സ്വന്തമാക്കിയത്. ലുക്മാൻ, സണ്ണി വെയിൻ, വിനയ് ഫോർട്ടാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മെയ് മാസം ലാസ്റ്റ് വീക്കിലാണ് പെരുമാനിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു അന്വേഷണത്തിന് തുടക്കമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷൈൻ ടോം ചാക്കോ, ദുർഗ, സ്വാസിക, മഞ്ജു പിള്ളയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2024 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഒരു അന്വേഷണത്തിന് തുടക്കം. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൈനാപ്ലൈയാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 28 മുന്നേ സൈനാപ്ലൈയിൽ ഒരു അന്വേഷണത്തിന് തുടക്കമെന്ന സിനിമ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമ സ്വന്തമാക്കിയത്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. മെയ് മാസം 15 ശേഷമായിരിക്കും ഫൂട്ടേജ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനയ് ഫോർട്ട്, അനു സിത്താരയാണ് വാതിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വാതിൽ ഒരു ത്രില്ലർ സിനിമയാണ്. മനോരമ മാക്സ് ആണ് വാതിലിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. മെയ് മാസം 25 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. ഇപ്പോഴും സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാലാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് തുടരുന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിഖില വിമൽ, ഉണ്ണിമുതനാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 15 ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഡൊമിനിക്കിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. മെയ് മാസം 15 മുന്നേ ആമസോൺ പ്രൈമിൽ ഡൊമിനിക് OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് റെട്രോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു റെട്രോ. ഒരു റൊമാൻറ്റിക്കൽ ആക്ഷൻ കോമഡി മൂവിയാണ് റെട്രോ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് റെട്രോ വാങ്ങിച്ചിരിക്കുന്നത്. മിക്സഡ് അഭിപ്രായമാണ് റെട്രോ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് ആമസോൺ പ്രൈമിൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബേസിൽ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു മരണമാസ്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കോമഡി മൂവിയാണ് മരണമാസ്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ടോവിനിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മരണമാസിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സോണി ലീവ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മരണമാസിന്റെ ഒഫീഷ്യൽ OTT തീയതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസം 15 മരണമാസ് സോണി ലീവിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഹണ്ട്. എന്നിട്ടും ഹണ്ട് സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. അത്രയ്ക്കും ഡിമാൻഡാണ് ഹണ്ട് സിനിമയ്ക്ക്. ഷാജി കൈലാസ് ആണ് ഹണ്ട് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഹണ്ട് ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. അതുകൊണ്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. മെയ് മാസം 15 ഹണ്ട് സിനിമ മനോരമ മാക്സിൽ വരുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കാണാനുള്ളത്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലി നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. ഇതൊരു ബോക്സിംഗ് മൂവിയാണ്. അത്യാവശ്യം റൊമാൻറ്റിക്കും കോമഡിയും സിനിമയിലുണ്ട്. സിനിമ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ഖാലിദ് റഹ്മാനാണ് ആലപ്പുഴ ജിംഖാന സംവിധാനം ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈം ജിംഖാനയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ജിംഖാനയുടെ OTT ഉണ്ടായിരിക്കുന്നതല്ല. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ആലപ്പുഴ ജിംഖാനയുടെ
ജിംഖാനയുടെ OTT വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.